ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് മെമോ പാഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഷോർട്സ് കണ്ടിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമോ പാഡ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ പക്ഷേ ഞാൻ ഈ മെമോ പാഡ്സ് ഈ കാർഡിൽ സ്റ്റിക്ക് ചെയ്യുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അത് ഞാൻ പിന്നെയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ നല്ല ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു A4 എന്നാണ് ഒരു മെമോ പാഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 4 A4 ഷീറ്റ്സേ നമുക്ക് ആയിട്ടുള്ളൂ 4 ടൈപ്പ് ഓഫ് മെമോ കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ സംഭവം ആണെന്നൊന്നുമില്ല, നമുക്ക് മെഷർ ചെയ്തിട്ട് സ്കെയിലിൻ്റെ അളവ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മെമോ പാഡ്സ് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിത് ഇതിന് ഞാൻ അളന്ന് മുറിച്ച് അങ്ങനെ എടുത്തതൊന്നും അല്ല, ഏകദേശം ഒരു ഊഹത്തിന് ചെയ്തെടുത്തതാട്ടോ. എന്നിട്ട് ഇതാ 2 സൈഡിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ നല്ലത്, വേറെ ഒന്നും തേക്കുന്നതിലും നല്ലത് ഫെവിക്കോളാണ്. അപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ സാധാ മേടിക്കുന്ന ഈ സ്റ്റിക്കി നോട്ട്സ് അല്ല, സ്റ്റിക്കി പാഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഇത് ഉണങ്ങിയാൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ചെയ്തത് ഒരു ഗ്രിഡ് ലൈൻസിലാണ്. മറ്റേത് ഞാൻ ഡിസൈൻ കൊടുത്തിട്ടില്ല, അത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഗ്രിഡ് ലൈൻസ് മൊത്തം ഒരു A4 ഷീറ്റ് മൊത്തം വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു A4 യൂസ് ചെയ്തിട്ടാണ് ഒരു മെമോ പാഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രിഡ് ലൈൻസിൻ്റെതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ചെയ്തു നോക്കണം എന്തായാലും. പിന്നെ ഞാൻ നേരത്തെ ഡിസൈൻസ് ഒന്നും ചെയ്യാത്ത നോട്ട് പാഡ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോബെറീൻ്റെ ഡിസൈനാണ്. ചെറുതായിട്ട് ഇങ്ങനെ ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഗ്രിഡ് ലൈൻസ് ആണ്. അത് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്തത് എന്ന്. അതങ്ങനെ മൊത്തം ഒരു പേജിൽ ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ എളുപ്പം. പിന്നെ ഒരു ലെറ്റർ പാഡിൻ്റെ ഒരു ടൈപ്പിലാണ് ചെയ്ത് കൊടുത്തത്. എങ്ങനെയാണോ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് മൊത്തം ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ടാട്ടോ. റാൻഡമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഒരു കവറായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡോട്ട്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഓറഞ്ചും പിന്നെ ഫ്ലവറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു യെല്ലോ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തീമിൽ കോംബോയിലൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് ഇട്ടത്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആ ഗ്രിഡ് ലൈൻസിൻ്റെ പേപ്പർ കട്ട് ചെയ്തപോലെ ഇതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമോ പാഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇതിൽ കാണുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഡ്രൈ ആയാലും ഇത് വർക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പേരുകൾ നമുക്ക് ഹായ് പറയാൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി എല്ലാവരും ഷോർട്സൊക്കെ കാണാം. പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും പറയാം കേട്ടോ. പിന്നെ ചിലരൊക്കെ നമ്മളോട് ഗിവ് അവേ നടത്തുമെന്ന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗിവ് അവേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ 2-3 കമൻറ്റ്സ് നോക്കി വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട്. അത് ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി കമൻറ്റ് ഇടുന്നവർക്കല്ല ഞാനത് തരുന്നത്. ഓൾറെഡി നോട്ടഡ് ആയിട്ടുള്ള ഒരു 3 പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ആരും പുതിയതായിട്ട് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കമൻറ്റ് ഇടണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത 3 പേരുണ്ട്. പിന്നെ അതുപോലെ ഞാൻ സെലക്ട് ചെയ്യും. ഇത് ആദ്യം സെലക്ട് ചെയ്തതാണ്, പിന്നെ ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഗിവ് അവേ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഗിവ് അവേ ഇനി ഞാൻ അടുത്ത 10K ആകുമ്പോൾ നടത്തിയാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ 15K 20K എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ 10K ആയി നമുക്ക് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള പണി നിങ്ങളും നോക്കുക. എന്നാലും ഗിവ് അവേയിലൊക്കെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാനിതാ ഇങ്ങനെ ഒരു ഐവറി ഷീറ്റ് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഈ നോട്ട് പാഡ്സ് വെച്ചിട്ട് അതിൻ്റെ അളവിനനുസരിച്ച്. എന്നിട്ട് അതിലിങ്ങനെ ക്ലൗഡ്സിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. മേലെ മെമോ പാഡ്സ് എന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വൃത്തിക്കായല്ലോ. മറ്റേത് ഇതിങ്ങനെ പരന്ന് അവിടെയും ഇവിടെയും കിടക്കൂലേ, ഇതാ ഒരു പ്രശ്നം വരില്ല. ഇങ്ങനെ ഒരു സാഷയിൽ തന്നെ ഇങ്ങനെ മൊത്തത്തിൽ കിടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആളെ കൂട്ടാനൊക്കെ നിങ്ങൾ നോക്ക്, എന്നാലേ നമുക്ക് ഗിവ് അവേ ഒക്കെ നടത്താൻ പറ്റുള്ളൂ. 10K ആയാൽ നടത്താൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹായ് പറയാനുള്ള പേരുകളൊക്കെ ഞാൻ ഓരോ ദിവസം ഷോർട്സിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.